ഒരു കുട്ടിയുടെ കഴിവ് അത് ശരിക്കും മാർക്കിലോ ഗ്രേഡിലോ ഒതുങ്ങുന്ന ഒന്നാണോ? അതിനപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് അവരുടെ കഴിവിനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ്, അതായത് പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ. അപ്പോൾ എന്താണിത്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത്, അല്ലേ? ഒരു പരീക്ഷയിൽ കിട്ടുന്ന സ്കോർ, അത് മതിയോ ഒരു കുട്ടിയുടെ മൊത്തം കഴിവിനെ അളക്കാൻ? പലപ്പോഴും ആ ഉത്തരം പോരാ എന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പേപ്പറും പെൻസിലും വെച്ചുള്ള പരീക്ഷകൾക്ക് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ഒരു കാര്യം അറിയാം എന്ന് നമ്മൾ എപ്പോഴാ പറയുക? അതവർക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ അറിയുമ്പോഴല്ലേ. പക്ഷേ ആ ഒരു കഴിവുണ്ടോ എന്നളക്കാൻ സാധാരണ പരീക്ഷകൾക്ക് എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവിടെയാണ് ഒരു പുതിയ രീതിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഗ്രേഡുകൾക്കപ്പുറം എന്താണെന്ന് നോക്കും. പിന്നെ ഇത് എങ്ങനെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ളൊരു മാറ്റമാകുന്നു എന്ന് മനസ്സിലാക്കും. സൂചകങ്ങൾ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് പ്രായോഗികമായി എങ്ങനെയാണെന്നും നമ്മൾ കാണും. അവസാനം ഈ രീതിയുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഒന്ന് നോക്കി അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ പഠനത്തെ അളക്കാനുള്ള പുതിയ രീതി? ഗ്രേഡിനപ്പുറം നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം അവർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നൊരു രീതിയാണിത്. അതായത് അറിവ് പ്രയോഗത്തിൽ വരുത്താനുള്ള കഴിവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സയൻസ് ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുക്കുന്നത്, ചിലപ്പോൾ ഒരു ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു ഫയലുണ്ടാക്കുന്നത്. എന്തിനേറെ ഒരു പ്രസംഗം നടത്തുന്നതുപോലും ഈ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമല്ലേ? ഇത് വെറുമൊരു പരീക്ഷാരീതി മാറ്റുന്നതിനെക്കുറിച്ചല്ല. ഇതിന്റെ പിന്നിൽ വിദ്യാഭ്യാസത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ വലിയൊരു മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റത്തെ നമുക്ക് ഇങ്ങനെ പറയാം: പഴയ രീതി അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആയിരുന്നു, അതായത് പഠിച്ച കാര്യങ്ങളെ വിലയിരുത്തുന്നു. എന്നാൽ പുതിയ രീതി അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്, അതായത് പഠനത്തിന് വേണ്ടിയുള്ള വിലയിരുത്തൽ. പഠനം കഴിഞ്ഞിട്ട് മാർക്കിടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വിലയിരുത്തുന്നത്, മറിച്ച് ആ പഠനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നൊരു ടൂളായിട്ട് ഈ വിലയിരുത്തൽ മാറുന്നു. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ ടീച്ചർ സെൻറ്റർഡ് ആയിരുന്ന ഒരു രീതിയിൽ നിന്ന് നമ്മൾ ലേണേഴ്സ് സെൻറ്റർഡ് അഥവാ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു രീതിയിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ വെറുതെ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്നതിന് പകരം പഠനത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ തുടങ്ങും. അവരുടെ കുറവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഓരോ കുട്ടിക്കും എന്ത് കഴിവുണ്ട്, അവരുടെ ശക്തി എന്താണ്, അവർക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കുന്നതിലേക്ക് ഫോക്കസ് മാറും. ശരി, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. ഓരോ ടീച്ചറും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ കുട്ടിയെയും ഇങ്ങനെ വിലയിരുത്താൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? അവിടെ ഒരു കൃത്യത വേണ്ടേ? തീർച്ചയായും വേണം. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. ഈ കാണുന്ന മാപ്പ് നോക്കിയാൽ ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാകും. ഇതിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ ചെയ്യുന്ന വർക്കുകൾ, അതിനെ നമുക്ക് പ്രകടനത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കാം. രണ്ട്, ഈ വർക്കുകളെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന പഠനസൂചകങ്ങൾ. ഇവ രണ്ടും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പ്രകടനത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് സിമ്പിളാണ്. കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കാൻ ചെയ്യുന്ന എന്ത് കാര്യവും ഇതിൽ വരും. പ്രൊജക്റ്റുകൾ, മോഡലുകൾ, പരീക്ഷണങ്ങൾ, അങ്ങനെ എന്തും. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പഠനത്തിന് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു തെളിവ്. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: പഠനസൂചകങ്ങൾ അല്ലെങ്കിൽ ലേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ ആ പ്രശ്നമില്ലേ, ടീച്ചർമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിലയിരുത്തലിനെ ബാധിക്കുമോ എന്നുള്ളത്? അതിനുള്ള പരിഹാരമാണിത്. ഓരോ കുട്ടിയുടെയും പ്രകടനത്തെ അളക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ചില മാനദണ്ഡങ്ങളാണിവ. ഇത് കാരണം വിലയിരുത്തൽ കുറേ കൂടി വ്യക്തവും പക്ഷപാതപരമല്ലാത്തതുമായി മാറും. അപ്പോൾ ഈ പറയുന്ന പഠനസൂചകങ്ങൾ അത് പ്രായോഗികമായിട്ടെങ്ങനെയാണ്? ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു കുട്ടിയെ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എല്ലാത്തിൻ്റെയും തുടക്കം നിരീക്ഷിക്കുന്നതിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിലുമായിരിക്കും. അപ്പോൾ ടീച്ചർ ശ്രദ്ധിക്കും, ആ കുട്ടി ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ എല്ലാ സെൻസുകളും ഉപയോഗിക്കുന്നുണ്ടോ? കൂടുതൽ അറിയാനായി നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ? വസ്തുക്കൾ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ വെറുതെ നിരീക്ഷിച്ചാൽ മാത്രം മതിയോ? പോരാ, കിട്ടിയ അറിവ് ഉപയോഗിക്കാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും കഴിയണം. ഉദാഹരണത്തിന്, പഠിച്ചൊരു കാര്യം
പുതിയൊരു സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? കിട്ടിയ വിവരങ്ങൾ വെച്ച് ശരിയായ നിഗമനങ്ങളിൽ എത്താൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് അടുത്തതായി നോക്കുക. തീർന്നില്ല. അറിവും കഴിവും മാത്രം പോരല്ലോ, ഒരു കുട്ടിയുടെ മൂല്യങ്ങളും ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവും ഇതിന്റെ ഭാഗമാണ്. അതെ, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി സഹകരിക്കുന്നുണ്ടോ, നീതിബോധമുണ്ടോ, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോടും ജീവികളോടുമൊക്കെ ഒരു കരുതൽ കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പഠനത്തിന്റെ വിലയിരുത്തലിൽ വരും. ഇത്രയും കേൾക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു രീതിയാണെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഏതൊരു കാര്യത്തിനുമുള്ളതുപോലെ ഇതിനും അതിൻ്റേതായ ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നമുക്കതുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഗുണങ്ങൾ നോക്കിയാൽ വളരെ കോംപ്ലക്സ് ആയ കഴിവുകൾ പോലും നമുക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റും. അതുപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. പക്ഷേ ദോഷങ്ങളുമുണ്ട്. ടീച്ചർമാരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോൾ വിലയിരുത്തലിനെ ബാധിച്ചേക്കാം. പിന്നെ ഇത് നടപ്പിലാക്കാൻ ഒരുപാട് സമയവും അധ്വാനവും വേണം. കാരണം ഓരോ കുട്ടിയെയും തനിത്തനിയായി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം കാതൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ്: കുട്ടികൾ എന്തൊക്കെ കാണാതെ പഠിച്ചു എന്ന് നോക്കുന്നതിൽ നിന്ന് മാറി അവർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പുതിയ കാര്യങ്ങളുണ്ടാക്കുന്നു, എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിലയിരുത്തുന്നതിലേക്കുള്ള ഒരു വലിയ ഷിഫ്റ്റാണിത്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കുട്ടികൾ വെറുതെ കാര്യങ്ങൾ ഓർത്തുവെക്കുന്നവരായാൽ മതിയോ, അതോ അവർ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നവരും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരും ആകണോ? നമ്മുടെ ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ അവരെ വിലയിരുത്തുന്ന രീതിയും അതുപോലെ മാറേണ്ടതല്ലേ?